ജയം ടോക്സിലേക്ക് സ്വാഗതം. ലോകകപ്പ് ഫുട്ബോളിനിടയിൽ ഇന്ത്യയുടെ ഒരു നാണംകെട്ട തോൽവി ആരും അധികം ശ്രദ്ധിക്കാതെ പോയി. ലോകകപ്പ് ക്രിക്കറ്റ് ജേതാക്കളായ അല്ലെ 2020 ലോകകപ്പ് ക്രിക്കറ്റ് ജേതാക്കളായ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം അയർലൻഡിൽ പോയി നാണംകെട്ട ഒരു തോൽവി ഏറ്റുവാങ്ങി. അതും തുടർച്ചയായി 15 മത്സരങ്ങൾ ജയിച്ച ശേഷമാണ് ഈ തോൽവി ഉണ്ടായത്. അയർലൻഡിനെ ഒരു വളരെ ദുർബലമായ ടീമായിട്ടാണ് കണക്കാക്കുന്നത്. ഇന്ത്യ ഇന്ന് വരെ അയർലൻഡിനോട് തോറ്റിട്ടുമില്ല. ആ ഒരവസ്ഥയിൽ എന്തുകൊണ്ട് ഇന്ത്യ തോറ്റു? അയർലൻഡിനെ ഒരു നിസ്സാരവൽക്കരിച്ചതുകൊണ്ടാവാം, അല്ലെങ്കിൽ ക്യാപ്റ്റൻസിയുടെ ദോഷമാവാം. എന്താണെന്നുള്ളത് ഇതുവരെ ആരും ചർച്ച ചെയ്തിട്ടില്ല. പക്ഷെ ഒരു കാര്യം ഓർക്കണം, 16 മത്സരങ്ങൾ ഇന്ത്യ തുടർച്ചയായി ജയിപ്പിച്ച് സൂര്യകുമാർ യാദവിനെ മാറ്റിയ ശേഷമുള്ള ആദ്യത്തെ മത്സരമായിരുന്നത്. സൂര്യകുമാർ യാദവിനെ എന്തിനാണ് മാറ്റിയത്? അദ്ദേഹം നല്ലൊരു ക്യാപ്റ്റനായിരുന്നു. പക്ഷേ തുടർച്ചയായിട്ട് അദ്ദേഹത്തിൻ്റെ ഇൻഡിവിജ്വൽ പെർഫോമൻസ് മോശമാണെന്നുള്ള കാരണം പറഞ്ഞാണ് മാറ്റിയത്. എന്നിട്ടോ പോയി ആദ്യത്തെ മത്സരത്തിൽ തന്നെ പുതിയ ക്യാപ്റ്റൻസിയിൽ ദയനീയമായ തോൽവി ഏറ്റുവാങ്ങി. ഈ ദുരന്തം കേരളത്തിൽ രാഷ്ട്രീയത്തിൽ സംഭവിച്ചേനെ. തുടർച്ചയായി 7 വിജയങ്ങൾ നേടിയ ഒരു നേതാവിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റാനാണ് ഇവിടെ ഒരു ശ്രമം നടന്നത്. ശ്രീ വി ഡി സതീശൻ്റെ നേതൃത്വത്തിൽ ആദ്യം 4 ഉപതെരഞ്ഞെടുപ്പുകൾ മികച്ച ഭൂരിപക്ഷത്തിൽ ജയിച്ചു. അദ്ദേഹം ചുക്കാൻ പിടിച്ച പഞ്ചായത്ത് ഇലക്ഷനിൽ തൂത്തുവാരുന്ന തരത്തിൽ നല്ല വിജയമുണ്ടാക്കി. അതെല്ലാം കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം 102 സീറ്റ്, അദ്ദേഹം നേതൃത്വം നൽകിയ ആ ഒരു ടീം 102 സീറ്റുമായിട്ട് ജയിച്ചത്. എന്നിട്ടും ഇവിടുത്തെ MLA-മാരുടെ ഭൂരിപക്ഷം അദ്ദേഹത്തിന് ഇല്ലയെന്ന് സ്ഥാപിച്ചുകൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനം നിഷേധിക്കാനുള്ള ശ്രമം എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടായി. പക്ഷേ ജനം പിന്തുണച്ചതുകൊണ്ട് വി ഡി സതീശൻ മുഖ്യമന്ത്രിയായി. അതൊരു കാവ്യനീതിയായിരുന്നു. അദ്ദേഹം തന്നെ ആയിരുന്നു അതാകേണ്ടതെന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ആർക്കും യാതൊരു സംശയവുമില്ല. കഴിവിൻ്റെ കാര്യത്തിലും അർഹതയുടെ കാര്യത്തിലും കമ്മ്യൂണിക്കേഷൻ്റെ കാര്യത്തിലും എല്ലാം വി ഡി സതീശനാണ് എന്നെ അർഹതപ്പെട്ടതെന്ന് ഇപ്പോൾ ആൾക്ക് കൂടുതൽ ബോധ്യമായി. പക്ഷേ ഈ തീരുമാനത്തിലൊരു പിഴവ് പറ്റിയിരുന്നെങ്കിൽ, ജനം ഇടപെട്ടില്ലായിരുന്നെങ്കിൽ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ദുരന്തമാകുമായിരുന്നു വി ഡി സതീശൻ മുഖ്യമന്ത്രി ആയില്ലായിരുന്നെങ്കിൽ എന്ന് കാലം തെളിയിക്കും. യാതൊരു സംശയമില്ല കാര്യത്തിൽ. പക്ഷേ ജനത്തിന് ഇടപെടൽ നമ്മുടെ ക്രിക്കറ്റ് ടീമിൻ്റെ കാര്യത്തിലുണ്ടായില്ല. അവിടെ സെലക്ഷൻ കമ്മിറ്റിയാണ് തീരുമാനിച്ചത്. സെലക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനത്തിൽ പിഴവുണ്ടായി. കാരണം ഇത്രയും മനോഹരമായിട്ട് ഈ ടീമിനെ കഴിഞ്ഞ എത്രയോ മത്സരങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയ ഒരാൾ, ഒരു ക്യാപ്റ്റനാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ മികവെന്ന് പറയുന്നത് ടീമിനെ കൂടെ നിർത്തുക എന്നുള്ളതാണ്. ടീമിനെ കൂടുതൽ ആത്മവിശ്വാസം വളർത്തുക എന്നുള്ളതാണ്. ടീമിനെ കൂടുതൽ പ്രചോദിപ്പിക്കുക എന്നുള്ളതാണ്. ആ നിലയിൽ സൂര്യകുമാർ യാദവ് വൻ വിജയമായിരുന്നു എന്നുള്ളതായിരുന്നു കഴിഞ്ഞ തുടർച്ചയായ വിജയം. കഴിഞ്ഞ 2 2020 ലോകകപ്പിലും അതിനുശേഷം അതിനു മുമ്പൊക്കെ ഉണ്ടായ എല്ലാ വിജയങ്ങളിലും തെളിയിച്ചത്. ഇപ്പോൾ അദ്ദേഹത്തെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് മാത്രമല്ല ടീമിൽ നിന്ന് തന്നെ പുറത്താക്കിയ ശേഷം നടത്തിയ ആദ്യ മത്സരത്തിൽ ദയനീയമായി പരാജയപ്പെടുകയും ചെയ്തു. അപ്പോൾ നന്നായി ഒരു ടീമിനെ മുന്നോട്ട് കൊണ്ടുപോയ ഒരു ക്യാപ്റ്റനെ പുറത്താക്കാൻ വേണ്ടിയുള്ള ശ്രമം ക്രിക്കറ്റിൽ മാത്രമല്ല രാഷ്ട്രീയത്തിലും വലിയ ദുരന്തങ്ങൾ ഉണ്ടാക്കുമെന്നുള്ളത് ഒരു പാഠമാണ്.